ഗോഡ് ബ്ലസ് ടു ഓൾ. എല്ലാ ആത്മീയ വിശ്വാസികൾക്കും നമസ്കാരം. യഹോവയുടെ നാമത്തിൽ ഇന്ന് പുതിയ ഒരു അധ്യായത്തിൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മർക്കോസ് സുവിശേഷം 12-ാം അധ്യായം 35 തൊട്ട് 44 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് യേശു മനുഷ്യനുണ്ടല്ലോ മന്ദിരത്തിൽ പോയി പ്രസംഗം ഗോസ്പൽ ചെയ്യുന്ന സമയത്ത്, പ്രചാരണം ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന അവിടെ വെച്ച് പല പരീക്ഷകൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്നത്, നീ ദാവൂദിൻ്റെ സന്താനമല്ലേ എന്ന്. അപ്പോൾ യേശു ക്രിസ്തു പറയുന്നു, നിങ്ങൾ സങ്കീർത്തനം 110 അധ്യായത്തിൽ 1-ാം നമ്പർ വാക്യം പഠിക്കുക. അവിടെ എഴുതി വച്ചിരിക്കുന്നത്, യഹോവയോട് പറഞ്ഞു, നീ എൻ്റെ വലത്തുവശത്ത് വന്നിരി, അവിടെ നിൻ്റെ ശത്രുക്കളെ ഞാൻ നിൻ്റെ കാൽക്കൽ മുൻപിൽ കൊണ്ടുവന്ന് വീഴിപ്പിക്കും എന്ന് പറയും. അപ്പോൾ അവിടെ പറയുന്നതിൻ്റെ അർത്ഥം, യഹോവ യേശു ക്രിസ്തുവിനെ ദൈവമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദാവൂദിൻ്റെ സന്താനം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എന്താ വെച്ചാൽ ദാവൂദ് സ്വയം സമ്മതിച്ചിരിക്കുന്നതാണ് യേശു ക്രിസ്തു ഒരു യഹോവയാണെന്ന്. അപ്പം അങ്ങനെ ദൈവമാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ പറ്റി പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അപ്പോൾ അതാണ് അദ്ദേഹം പുള്ളി പറയുന്നത്. മർക്കോസിന് സുവിശേഷം 12-ാം അധ്യായം 36 ഇത് തന്നെയാണ്, ഈ വിഷയം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഈ കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ദാവൂദിൻ്റെ വംശങ്ങൾ ഉണ്ടല്ലോ, ദാവൂദിൻ്റെ വംശമായിട്ട് യേശുക്രിസ്തുവിനെ നമ്മൾ വിശ്വസിക്കുക തന്നെയല്ല, അതോടൊപ്പം തന്നെ അദ്ദേഹം ആ വംശത്തിൻ്റെ ഒരു ദൈവവും കൂടിയാണ് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മുടെ യേശു മശിഹ തന്നെ ഉണ്ടല്ലോ, മാനസികമായ ജീവിതം ഉണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ഒരു ദിവ്യമായ ഒരു ആദൃശ്യമായ ശക്തി ഉള്ള ഒരു ജീവിതം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതാണ് ഈ സങ്കീർത്തനം 110-1 നമ്മൾ വായിക്കുന്നത് ഈ പ്രകാരമാണ്. അതുപോലെ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 41 തൊട്ട് 46 വരെ വായിക്കുമ്പോഴും അതുതന്നെ ഈ വാക്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ ദാവൂദ് സന്താനമാണെന്നും അത് ദൈവമാണെന്നും ഉള്ളത് കാണിക്കുന്നുണ്ട്. ശാസ്ത്രിമാരോട് നമ്മൾ വളരെ കോൺഷ്യസ് ആയിരിക്കണം എന്നാണ് യേശു ക്രിസ്തു പറയുന്നത്. അതായത് മർക്കോസ് 12-ാം അധ്യായം 38 തൊട്ട് 40 വരെയിൽ ഈ പ്രകാരം പറയുന്നത്, അതായത് ശാസ്ത്രിമാരും പരീക്ഷന്മാരും നമ്മൾക്ക് അനുകൂലമായി തീരണമെന്നുണ്ടെങ്കിൽ അവരോട് നമുക്ക് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കാം. നമുക്കൊരു വാർണിംഗാണ് തന്നിരിക്കുന്നത്. ശാസ്ത്രിമാർ നല്ല വസ്ത്രങ്ങളൊക്കെ ഇടും, അതോടെ തന്നെ വലിയ വലിയ സ്ഥാനങ്ങൾ കയറിയിരിക്കും. പക്ഷേ അവർ ചെയ്യുന്നത് എന്തോ, വിധവകളുടെ വീട് കത്തിക്ക് നശിപ്പിക്കുക ചെയ്യുന്നത്. അപ്പം അതൊരു പ്രോവർബാണ് ഇത്. അപ്പോൾ ഒരു റിലീജിയസ് പരമായിട്ട് നോക്കുമ്പോൾ ഇവരൊക്കെ ഉണ്ടല്ലോ കൊതിയന്മാരും അതോടൊപ്പം തന്നെ പൊങ്ങച്ചം കാണിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പം യഹോവ നമ്മളെ ഉണ്ടല്ലോ പൊങ്ങച്ചം കാണിക്കുകയല്ല ചെയ്യുന്നത്, നേരെ മറിച്ച് നമ്മുടെ ഹൃദയത്തിനെ പരിശോധിക്കുക ചെയ്യുന്നത്. അപ്പം മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ 37 എന്താ പറയുന്നത്, നിങ്ങൾ വഞ്ചനയുള്ള പരീക്ഷന്മാരെ എന്നാണ് അവർ വിളിക്കുന്നത്. അവർ പറയുന്നത്, അതിൻ്റെ അകത്ത് പറയുന്നത് വെച്ചാൽ, കല്ലറയ്ക്ക് മേളിൽ വെള്ള പൂശി കഴിഞ്ഞാൽ ആ വെള്ള പൂശി ഇപ്പം നല്ലതായിട്ട് തോന്നും, പക്ഷേ ആ കല്ലറ തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് എല്ലുകളും മാംസങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ അതിൻ്റെ അകത്ത് കാണുന്നത്. അപ്പോൾ അതിൽ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ യഹോവയുടെ ഈ നിന്നുള്ള നിലവിലുള്ള ശാസ്ത്രിമാരെന്ന് പറയുന്നത് നമ്മുടെ പാസ്റ്റർമാരും അച്ഛന്മാരും തിരുമേനിമാരും ഇങ്ങനെയുള്ളവരാണ്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മേളിൽ കൂടെ നല്ല പാട്ടുകളും പാടി നല്ല പ്രാർത്ഥനകളൊക്കെ ചെയ്യും. നമ്മൾ ആന്തരികമായിട്ട് ഇവരെ നോക്കുമ്പോൾ ഇവർ വളരെ മോശമായ വ്യക്തിത്വമാണ് ഇവരിലുള്ളത്. എന്താ വെച്ചാൽ വിധവകളിൽ നിന്ന് അവർ കാശ് ചോദിക്കുന്ന ആൾക്കാരാണ്, അവരെയായിട്ട് വീട് നശിപ്പിക്കുന്ന അതൊരു പ്രോവർബാണ്. എന്താ വെച്ചാൽ താണു കിടക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പ്രയാസത്തിൽ ജീവിക്കുന്ന ആൾക്കാരിൽ നിന്ന് കാശ് വാങ്ങിച്ച് ഇവർ പള്ളിയിലേക്ക് ജമ ചെയ്തിട്ട് ആ കള്ളിയിൽ നിന്ന് ആ പൈസ ഇവർ അവരുടെ വ്യക്തിപരമായ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചിലവാക്കും. ഇതാണ് നടക്കുന്ന കാര്യങ്ങൾ. അപ്പം നമ്മൾ അതേ പറഞ്ഞ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മർക്കോസ് സുവിശേഷം 12-ാം അധ്യായം 43 തൊട്ട് 44 വരെ നമ്മൾ നോക്കുമ്പോൾ യഹോവ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ദാനം കണ്ടല്ല ഞാൻ തൃപ്തിയാവുന്നത്, നേരെ മറിച്ച് ഹൃദയത്തിൻ്റെ ഒരു ബലിദാനം ഞങ്ങൾക്ക് തരുമ്പോൾ, അല്ലെങ്കിൽ അതിൽ ഹൃദയത്തിൽ കൂടി നീ എന്തുമാത്രം ദാനം തരുന്നു നിൻ്റെ മനസ്സുകൊണ്ട്, അതാണ് ഞാൻ സ്വീകരിക്കുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. 2 കൊരിന്ത്യർ 9-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത്, യഹോവ ഒരു നല്ല സ്നേഹമുള്ള ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട്
അതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഹൃദയം സൃഷ്ടിക്കുന്ന ഒരു യഹോവയുടെ കൂടാണ് നമുക്ക് ജീവിക്കേണ്ടത്. നീതിവചനം, അതായത് പ്രോവർബ് അപ്പോൾ 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നത്, നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടി അതിനെ നമ്മൾ വലിയ കാര്യമായിട്ട് അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ ദൈവത്തിനോട് അടുത്ത് കഴിയുമ്പോൾ ആ സ്വത്തുക്കൾ ദൈവത്തിന് കൊടുക്കേണ്ടവരാണെന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. അതായത് ഇതിലിപ്പോൾ ഒരു ലഘുകഥ പറയുന്നതനുസരിച്ച് ഒരു കലീശയിൽ 2 പേരുണ്ടായിരുന്നു. ഒരു എന്തല്ലോ ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരു ധനവാനായിട്ടുള്ളവൻ ഒത്തിരി പൈസ കൊടുക്കുന്നു, അതേസമയം ഒരു പാവപ്പെട്ട സ്ത്രീ വളരെ കുറഞ്ഞ പൈസ കൊടുക്കുന്നു. പക്ഷേ യേശു ക്രിസ്തു ആ കുറഞ്ഞ പൈസ കൊടുത്ത ആളിനെയാണ് ബ്ലെസ്സിങ്സ് കൂടുതൽ കൊടുക്കുന്നത്. എന്താ വെച്ചാൽ പൈസയുടെ പുറത്തല്ല, ദാനത്തിൻ്റെ പുറത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സുകൊണ്ട് ദാനം ചെയ്യുന്നതാണ് വലിയ ദാനം. ആ ദാനത്തിൻ്റെ സഹായത്ത് ആ സ്ത്രീ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആ വിധവയായ സ്ത്രീ അവർ ദാനം കൊടുക്കുന്നതിനെയാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കിത് മനസ്സിലാക്കേണ്ടത് ഇതേ പ്രകാരമാണ്. യഹോവ നമ്മുടെ മുൻപിൽ വലിയ ദാനങ്ങളെയല്ല ചോദിക്കുന്നത്, പക്ഷേ നേരെ മറിച്ച് നമ്മുടെ സ്നേഹത്തിനെയും വിശ്വാസത്തിനെയാണ് ചോദിക്കുന്നത്. നമുക്കത് കൊടുക്കാൻ ബാധ്യസ്ഥമാണ്. യഹോവ എപ്പോഴും നമ്മുടെ ഹൃദയത്തിനെ പരിശോധിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സത്യമായിട്ടുള്ള ഭക്തിയും സത്യമായിട്ടുള്ള ബലിദാനങ്ങളുമാണ് യഹോവ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തു ഒരു യഥാർത്ഥ മശിയാണ്. അതുകൂടാതെ ഒരു ദാവൂദിൻ്റെ ദൈവമാണ്. ധാർമ്മികമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ വെറും വിളിച്ചിട്ട് നമ്മളെ ഉണ്ടല്ലോ ഭക്തി കാണിക്കുന്നതിന് പകരം നമ്മളെ ഉണ്ടല്ലോ ആഡംബരങ്ങൾ കാണിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ധാർമ്മികപരമായ പൊങ്ങച്ചങ്ങൾ കാണിക്കുന്നവരിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടേണ്ടതുണ്ട്. അവരെ നിന്ന് നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. യഹോവ എപ്പോഴും നമ്മുടെ മനസ്സിനെയും ഹൃദയത്തിനെയാണ് പരിശോധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥ ബലിദാനം ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് വിധവയുടെ വീട് കത്തിച്ച് കളയുന്ന പോലെ നമ്മൾ ദാനം മേടിച്ചിട്ട് അത് സ്വന്തം കാര്യത്തിൽ ഉപയോഗിക്കുന്ന അവസ്ഥ വരല്ല. നമ്മൾ യഹോവയുടെ നമ്മൾ ഇതിന് ലീവിന് വരുമ്പോൾ നമ്മൾ ദാനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ ദാനം കൊടുക്കുന്നവരായി തീരണം. അപ്പോൾ ഉണ്ടല്ലോ നമുക്ക് വിശ്വാസം വളരുന്ന ഒരു അവസ്ഥയാണ്. യഹോവ വെറും നമ്മളെ താഴ്മയിലും ഉള്ള ഹൃദയവും സത്യസന്ധമായ വിശ്വാസത്തിലാണ് നമ്മളോട് വിശ്വസിക്കുന്നത്. 22-ാമത്തെ ദിവസത്തെ ഈ വലിയ ഒരു ഉപവാസത്തിൻ്റെ സമയത്ത് നമുക്ക് പരിശോധിക്കേണ്ടത് ഇതാണ് വെച്ചാൽ താഴ്മയുടെ പ്രാക്ടീസാണ് നമ്മൾ ചെയ്യേണ്ടത്. ശാസ്ത്രിമാരുടെ കൂട്ട് നമ്മൾ പൊങ്ങച്ചം കാണിച്ച് നമ്മൾ നടക്കാൻ പാടില്ല. ഹൃദയത്തിൻ്റെ സത്യാവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഉപവാസത്തിൻ്റെ ഈ സമയത്ത് നമ്മൾ ബാഹ്യമായ രീതിയിൽ നമ്മളെ പരിവർത്തനം ചെയ്യുന്നു, പക്ഷേ ആന്തരികമായിട്ടുള്ള കാര്യത്തിൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നില്ല. ബലിദാനം നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം വിധവയുടെ കൂട്ട് നമുക്ക് സമയത്തിലും സേവനത്തിലും അല്ലെങ്കിൽ നമ്മുടെ ഓരോ വിഷയത്തിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്തതിനെ പറ്റി ദൈവത്തോട് നമ്മൾ അടുത്ത് നിൽക്കേണ്ടത് ആവശ്യമാണ്. പല പ്രോബ്ലംസ് വരുമ്പോൾ നമ്മുടെ ഈ കലീശകളിൽ നമ്മളതിനെ സോൾവ് ചെയ്യാൻ നോക്കത്തില്ല, അത് വളർത്തി ഒന്നുകൂടെ മോശമാക്കാൻ നോക്കുന്നു. അത് ശരിയല്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണേണ്ട ഇതാണ്, നമ്മുടെ ഈ ബലിദാനത്തിൽ കൂടെ നമ്മൾ വിധവകളുടെ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആ ഒരു അവസ്ഥയെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും കാണേണ്ടത്. അതായത് യഹോവയുടെ നമ്മളെ പറയുന്ന ബാഹ്യമായ രീതിയിൽ നിങ്ങൾ വളരുവാതെ നിങ്ങൾ ആന്തരികമായ രീതിയിൽ നിങ്ങൾ ഹൃദയത്തിൽ ശുദ്ധിയുള്ളവരായി വളരുവാൻ ശ്രമിക്കണം. ഇതാണ് നമ്മളോട് ഈ വചനത്തിൽ കൂടെ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നമ്മൾ ഈ വചനത്തിൽ യഥാർത്ഥ രീതിയിൽ നമ്മളത് സ്വീകരിച്ച് അത് മനസ്സിൽ ഹൃദയത്തിൽ നമ്മൾ ആഴമായിട്ട് കൊള്ളിച്ചുകൊണ്ട് നമ്മളിതിനെ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചു എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ഗോഡ് ബ്ലെസ് ടു ഓൾ.